ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷർ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ അതിന് അത്യാവശ്യം മെയിൻ്റനൻസ് വർക്കുകൾ ഉണ്ടായിരുന്നു. അതായത് കുറേ പാർട്സുകൾ ഡാമേജ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്തേക്കണ ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളുടെ നോക്കുമ്പോൾ ബാക്ക് വീലിൻ്റെ ഹബ്ബ് ഓൾറെഡി തേമാനം വന്ന ഹബ്ബൊക്കെ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹബ്ബ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്നത് ക്ലച്ചിനകത്താണ്. ക്ലച്ചിൻ്റെ ഈ വീലുകളെല്ലാം തന്നെ ഡാമേജിലേക്ക് പോയിരുന്നു. ഇതൊക്കെ സെപ്പറേറ്റ് വീലുകളാണ്. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ക്ലച്ചിനകത്ത് തന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സിൽ വന്ന വീലുകൾ, ഗിയർ ബോക്സിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നിട്ട് അതിന് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ബെയറിങ് സെറ്റൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ക്ലച്ച് ഔട്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കേബിളുകൾ, ബ്രേക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ബാക്ക് ബ്രേക്ക് ലൈനർ, ഫ്രണ്ടിലെ ബുഷ് സെറ്റ് കാര്യങ്ങൾ, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് വന്നേക്കുന്ന പാർട്സുകളായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് ഫിസിക്കലി പുറമേ നിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ ഉള്ള ഐറ്റംസാണ് മെയിനായിട്ട്. ഒട്ടുമിക്ക ഭാഗങ്ങളും ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഈ വരുമ്പോൾ എന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലത്തെ വീഡിയോ നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ വളരെ കുറവായിട്ടാണ് നമ്മൾ കണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയേക്കുന്നതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം വണ്ടിക്കുണ്ട്. അതായത് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബോഡി കവറുകളൊക്കെ തന്നെ എല്ലാം തന്നെ പൊട്ടിയിരിക്കും. ഒക്കെ നമ്മൾ ഒരുവിധം ടൈയൊക്കെ ഇട്ടിട്ടാണ് പിടിപ്പിക്കേണ്ടി വന്നത്. അതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുള്ളായിട്ടൊക്കെ മാറ്റേണ്ട രീതിയിൽ എല്ലാ പാർട്സും തന്നെ പൊട്ടിയേക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസ് വരും അത്. പിന്നെ അതേപോലെ തന്നെ ഈ എൻജിൻ ഓയിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് വന്ന സമയത്ത് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ ഇടയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഓൾറെഡി നമുക്ക് വണ്ടി ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയാൻ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ ഓയിൽ കുറഞ്ഞ് കൊണ്ടുപോകുന്ന ദിവസം നോക്കി അത് ടോപ്പപ്പ് ചെയ്ത് വിടണം. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കേസാണ്. കാരണം ഇപ്പോൾ നമ്മൾ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എൻജിൻ്റെ ഫയറിങ് നടക്കുന്ന ഭാഗം, ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, പിസ്റ്റൺ ഭാഗത്തൊന്നും നമ്മളൊരു വർക്കും ചെയ്തിട്ടില്ല. നമുക്ക് ബാക്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൊക്കെയാണ് മാറ്റിയേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹബ്ബ് അസംബ്ലി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ക്ലച്ചിനകത്ത് വന്നേക്കുന്ന ഐറ്റംസാണ് പിന്നെ നമുക്ക് വന്നേക്കുന്നത്. അതാണ് എൻജിനുമേ നമുക്ക് ചെയ്യേണ്ടി വന്ന ഭാഗം വന്നേക്കുന്നത്. അതാണ് നമുക്ക് സിലിണ്ടർ, പിസ്റ്റൺ, ഹെഡിൻ്റെ ഭാഗത്തൊന്നും നമ്മൾ ഒരു വർക്കും ചെയ്തിട്ടില്ല. നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം എമൗണ്ട് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ്റെ ഭാഗത്തുള്ള കംപ്ലൈൻറ്റ് നമുക്ക് അതിൻ്റെ എൻജിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിയേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ലെവൽ വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പുകയൊന്നും കാണിക്കുന്നില്ല. എന്നാൽ പോലും നമ്മൾ ഓയിൽ ലെവൽ നോക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ ഓൾറെഡി ഇനി വരാൻ പോകുന്നത് എൻജിൻ്റെ മെയിനായിട്ട് വന്ന സിലിണ്ടർ, പിസ്റ്റൺ ഭാഗങ്ങളൊക്കെ ഡാമേജാണ് പിന്നെ വരാൻ പോവുക. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൈസ മുടക്കി ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എൻജിനാണ് കംപ്ലയിൻറ്റ് വന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണി കിട്ടും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക ഭാഗങ്ങൾ നമുക്ക് പുറമെ വന്നേക്കുന്ന പാർട്സുകളാണ് ഡാമേജ് വന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് അത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ കൂടി ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് വളരെ കുറവുള്ള വണ്ടിയാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ശ്രദ്ധ കുറവൊക്കെയാണ് കുറേ കംപ്ലയിൻറ്റ്സൊക്കെ വരാനായിട്ടുള്ളൊരു കാരണങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കിക്കോണം. എൻജിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണ വർക്ക് എൻജിൻ്റെ ക്രാങ്ക്, സിലിണ്ടർ, പിസ്റ്റണുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം കേട്ടോ. ഓക്കെ.